നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 21/4/2026 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം മാർക്കറ്റ് നോക്കുമ്പോൾ RSS 4 കിലോ 231 രൂപ, RSS 5 കിലോ 228 50 പൈസ, ISNA 20 200 രൂപ, ലാറ്റക്സ് 60% ആഴ്ച 158 50 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 231 രൂപ, RSS 5 കിലോ 228 50 പൈസ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിന് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 223, ലോട്ട് കിലോ 199 മുതൽ 204 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 149, 60% DRC ഒട്ടുപാൽ കിലോ 111 രൂപ 75 പൈസ. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 222, RSS 5 കിലോ 219. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 252 37 പൈസ, RSS 5 കിലോ 251 93 പൈസ. ഇനി കർണാടക വില നോക്കുമ്പോൾ കർണാടക വില RSS 3 കിലോ 228 50 പൈസ, RSS 4 228, RSS 5 കിലോ 222 50 പൈസ, ലോട്ട് 200 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 142 രൂപയാണ് കർണാടക വില. കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് 212 രൂപ. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ 10,600, 30% DRC ഉള്ള 200 ലിറ്റർ 12,720, 35% DRC ഉള്ള 200 ലിറ്റർ 14,840, 40% DRC ഉള്ള 200 ലിറ്റർ 16,960. ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയില്ല കോട്ടയം RSS 4 കിലോ 225, RSS 5 കിലോ 220 രൂപ 50 പൈസ, ISNA 20 195 രൂപ 50 പൈസ മുതൽ 196 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 129 മുതൽ 141 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് ചില സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഭൂമി തണുത്തതിന് ശേഷം വളവിട്ടതിന് ശേഷം മാത്രം ശരിയായ ടാപ്പിംഗ് ചെയ്താൽ ശരിയായ പാല് കിട്ടും. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,235, ഒരു ഭവൻ 1,13,880. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,529, ഒരു ഭവൻ 1,24,232. അതുപോലെ 18 ക്യാരറ്റ് രൂപ 14,647, ഒരു ഭവൻ 93,176. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ ഭക്ഷ്യത ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 45 രൂപയും ഒരു ഭവൻ്റെ മുകളിൽ 360 രൂപയാണ് കുറഞ്ഞത്. ഇനി തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ 60, വെളിച്ചെണ്ണ 390, കൊക്കോ 210, കൊപ്ര അടുത്തപടി 158, കശുവണ്ടി 110, അടയ്ക്കാ പുതിയത് 420, കാഞ്ഞിരക്കുരു 1,880, കയർ ഇഴക്കയർ 10, കരിപ്പട്ട് കയർ 10 മുതൽ 15, ജാതിക്കത്തണ്ടോടുകൂടി 280, ഗ്രാമ്പു 900, നാടൻ ഗ്രാമ്പ് 910, പിണ്ണാക്ക സ്പെലർ 38, റോട്ടറി 41, കുരുമുളക് അൺകാറുള്ളിൽ 699, കുരുമുളക് കാറുള്ളിൽ 719, കുരുമുളക് പുതിയത് 689, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സെല്ലും 155, പൈനാപ്പിൾ പച്ച 32, പഴം 32, കാപ്പിക്കുരു 30,500, നെല്ല് കിൻഡൽ 2,500, വയനാടൻ കുരുമുളക് 700, ചേട്ടൻ 690. എന്തായാലും സംസ്ഥാനത്ത് ചൂട് അതീവ കൂടുകയാണ്. പാലക്കാടൊക്കെ 40 കൂടുതലാണ്. ഈ സമയത്ത് ഇഴജന്തുക്കളുടെ ശല്യവും ഭയങ്കര. കാരണം തണുപ്പ് തേടി അവർ വീടിനകത്തും പുറത്തുമൊക്കെ കയറും. രാത്രികാലങ്ങളിൽ ജനൽ തുറന്നിട്ട് ഉറങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. തൃശ്ശൂർ കോടാലിയിൽ ഉറക്കത്തിനിടെ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ ദാരുണമായി മരണപ്പെട്ട സംഭവം നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. പകൽ പണിയുമ്പോൾ 10:30 മുതൽ ഏകദേശം 3 മണി വരെ വെയിൽ കൊള്ളാതിരിക്കുക, ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക, ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക, കുട്ടികൾ വെള്ളം കുടിക്കേണ്ടെന്നുകൊണ്ട് മുതിർന്നവർ ചെക്ക് ചെയ്യുക. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അടുത്തുള്ള മരങ്ങളിൽ നിന്നും ഇങ്ങനെ വെള്ളിക്കെട്ട് പോലെയുള്ള പാമ്പുകളും മറ്റും വീടിനകത്ത് എയർഹോൾ വഴി കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വളരെ സുരക്ഷിതമായി ആണോ എന്ന് ചെക്ക് ചെയ്യുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവുക. ഒറ്റപ്പെട്ട ചെറിയ മഴകൾ കിട്ടുമ്പോൾ ചൂട് വീണ്ടും കൂടുകയാണ്. അന്നേരം ഈ ദാരത്തിലൊക്കെ ഇരിക്കുന്ന ഇഴജന്തുക്കൾ വീണ്ടും പുറത്തിറങ്ങുവാൻ സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ
ലൈറ്റ് ഇട്ടതിന് ശേഷം മാത്രം ചെരുപ്പോട് കൂടി ഇറങ്ങാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇങ്ങനൊരു അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന്. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.